പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ ഒളിമ്പിക്സ് 2024. ആകെ ദിവസങ്ങൾ 16. നടന്നത് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ. പങ്കെടുത്ത രാജ്യങ്ങൾ 206. ആകെ പങ്കെടുത്ത കായിക താരങ്ങൾ 10,500. ഇന്ത്യയിൽ നിന്നും 117 പേർ. മത്സരിച്ചവർ 110 പേർ. ഇന്ത്യയുടെ ഉദ്ഘാടനത്തിൻ്റെ പതാക പിടിച്ചത് PV സിന്ധുവും ശരത് കമാലും. സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഫാക്കറുമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് മനു ഫാക്കറാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് ഇന്ത്യക്ക് വെങ്കല മെഡൽ ആദ്യം നേടിയത് മനു ഫാക്കറാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ. ഈ കായിക താരത്തിൻ്റെ സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാന സംസ്ഥാനക്കാരിയാണ് മനു ഫാക്കർ. ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് മനു ഫാക്കർ. അതുപോലെ തന്നെ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരവും മനു ഫാക്കറാണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരവും മനു ഫാക്കറാണ്. ഒരു ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ആദ്യ മെഡൽ നേടിയ ആദ്യ വനിതാ താരവും ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ വനിതാ താരം ചോദിച്ചാലും മനു ഫാക്കറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിത്തന്ന താരമാണ് നീരജ് ചോപ്ര. ഇദ്ദേഹം ഹരിയാന സംസ്ഥാനക്കാരനാണ്. ഇദ്ദേഹം എറിഞ്ഞ ജാവലിൻ ത്രോയിൽ ഇദ്ദേഹം എറിഞ്ഞ ദൂരമാണ് 89.45 മീറ്ററാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ നീരജ് ചോപ്രയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അത്ലറ്റിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും നീരജ് ചോപ്രയാണ്. ഇദ്ദേഹം എറിഞ്ഞ ദൂരമാണ് 89.45 മീറ്റർ. ഹരിയാന സംസ്ഥാനക്കാരനാണ്. അമൻ ഷെരാവത്ത്. ഇദ്ദേഹത്തിന് വെങ്കല മെഡലാണ് പാരീസ് ഒളിമ്പിക്സിൽ നേടാൻ കഴിഞ്ഞത്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്കാണ്. ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി 6ാമത്തെ വെങ്കല മെഡൽ നേടിത്തന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചാൽ അമൻ ഷെരാവത്താണ്. സ്വപ്നിൽ. ഇദ്ദേഹം മഹാരാഷ്ട്ര സംസ്ഥാനക്കാരനാണ്. ഇദ്ദേഹം നേടിയ മെഡലാണ് വെങ്കല മെഡൽ. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടുന്ന താരമാണ് സ്വപ്നിൽ കുശാൽ. ഇദ്ദേഹത്തിൻ്റെ പേരാണ് സ്വപ്നിൽ കുശാൽ. വെങ്കല മെഡൽ നേടുന്നു. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് വിഭാഗത്തിൽ മനു ഫാക്കറും സർഫോജ്യോത് സിംഗ് സഖ്യവുമാണ് വെങ്കല മെഡൽ നേടിയത്. ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി മെഡൽ നേടിയ ആദ്യ സഖ്യം ഇവരാണ്.